ആളുകള് അച്ഛനോട് പറയില്ലേ, "ഓ നിങ്ങളിപ്പം സ്വിറ്റ്സർലാൻഡിന്റെ താഴത്താണല്ലോ താമസം" എന്നുള്ളത്. അപ്പൊ എന്റെ വീട് തൊട്ട് താഴെ തന്നെയാണ്. അതെ. ആ. അപ്പൊ വളരെ സന്തോഷാണ്. ഫാദറിന് വളരെ എന്താണ് അത് എന്നും ഫാദർ അവിടെ പോയി കാര്യങ്ങളൊക്കെ നോക്കി. ലൈക്ക് അവിടെയുള്ള പ്ലാന്റേഷനും നമുക്ക് കോഫി പ്ലാന്റേഷനും കൂടിയുണ്ട്. ഉം. അതിന്റെ കൂടെ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഫാദർ എസ്പെഷ്യലി പ്ലാന്റിന്റെ കാര്യങ്ങളാണ് ഫാദർ നോക്കുക. നമ്മളെ നോക്കുന്നത്. ബിസിനസ്സിൽ അങ്ങനെ ഇടപെടാറില്ല. ഓക്കെ. അപ്പൊ എന്തായാലും അവിടെ അങ്ങനെ മൊറിക്കാപ്പിന്റെ ഫസ്റ്റ് റിസോർട്ട് വയനാട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെയും ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു തീമായിട്ടാണ് നമുക്ക് റിസോർട്ടിൽ തന്നെ സംസാരിച്ചിട്ട് ബാക്കി സെക്ടേഴ്സിലേക്ക് പോവാം. ക്രിക്കറ്റ് തീമിൽ തന്നെ മറ്റൊരു റിസോർട്ട് അത്. ആ ക്രിക്കറ്റ് തീമിൽ തന്നെ ഒരു റിസോർട്ട് വരാന്ന് പറയണത് തന്നെ എൻറ്റയർലി ന്യൂ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അത് ഒരുപക്ഷേ വന്നത് ഉള്ളിലത്തെ സ്പോർട്സിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണോ? ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ? ആ ഒരു സംഭവം റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? സ്വാഭാവികമായിട്ടും ഞാനൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. എൻ്റെ സ്കൂൾസ്, യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞാൻ കളിച്ചതാണ്. ഉം. അതേപോലെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വയനാട് ഡിവിഷണൽ മാച്ചസ് ഞാൻ കളിച്ചതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താണ് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ക്രിക്കറ്റ് എന്താണ് ഒരുപാട് ഒരു 19 ഓവർ നമ്മളെന്താണ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. അത്രയും ബന്ധങ്ങളാണ്. ഉം. അപ്പം അതിലുള്ള ഒഫീഷ്യൽസിനെയും നമുക്ക് നല്ല നല്ല ബന്ധമുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു 2018 BCCIന്റെ ജോയിന്റ് സെക്രട്ടറി ഫ്രം കേരളയാണ്. ജയേഷ് ജോർജ് ആയിരുന്നു. മിസ്റ്റർ ജയേഷ് ജോർജ് ആയിരുന്നു അതിൻ്റെ ജോയിന്റ് സെക്രട്ടറി. അപ്പോൾ ആൾ ഞങ്ങൾ റിസോർട്ടിൽ വന്നു.